Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഹ്യൂമൻ റിസോഴ്സസിന്റെ കുറച്ച് ഭാഗങ്ങളാണ് തിരിക്കുന്നത്. എല്ലാവരും PDF എടുക്കുക. എന്താണ് നമ്മൾ എവിടെ വരെയാണ് എടുത്തിരിക്കുന്നത്? Recruitment organization. ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ സ്റ്റെപ്സ് വരെയാണ് പറഞ്ഞു നൽകിയത്. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ വരെയാണ്. നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? Yes, ma'am. Clear ആണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് എടുക്കാം. എന്താണ് റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. റിക്രൂട്ട്മെന്റ് നടത്തണമെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് അവിടെ ഓർഗനൈസേഷന്റെ ഒപ്പം തന്നെ എന്താണ് വേക്കൻസികൾ വരുന്നത് അനുസരിച്ചിട്ട് ആ ഓഫീസിലുള്ള മതിയായ സ്റ്റാഫുകൾക്ക് തന്നെ അത് നികത്താൻ കഴിയുന്നതാണ് എങ്കിൽ അതിനെ പിന്നെ റിക്രൂട്ട്മെന്റ് നടപടികൾക്കൊന്നും പോകേണ്ടതില്ല. അഥവാ കൂടുതൽ വേക്കൻസികൾ അനുസരിച്ചിട്ട് തന്നെ പുറത്തുനിന്ന് നമുക്ക് ഔട്ട്സൈഡ് ആപ്ലിക്കേഷൻസ് ക്ഷണിക്കേണ്ടതുണ്ടെങ്കിലാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. റിക്രൂട്ട്മെന്റിന്റെ സ്റ്റെപ്സിന്റെ 1-2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞു റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് അതിൻ്റെതായ പ്രിൻസിപ്പിൾസ്, അതായത് ഓർഗനൈസേഷന്റെ എംപ്ലോയറിന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായെങ്കിൽ നല്ല ഒരു പേഴ്സണെ നേടിയെടുക്കണം. അവർക്ക് ആ പേഴ്സണെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടാവും. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷനിൽ പറഞ്ഞു പ്രത്യേകിച്ച് എന്താണ് ഒരു മോഡലൊന്നും ജനറൽ ആയിട്ടുള്ള ഒരു നടപടിക്രമങ്ങളൊന്നുമില്ല. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ രീതിയിൽ റിക്രൂട്ട്മെന്റ് പോളിസികളെല്ലാം ഇറക്കാം. നോക്കാം. അപ്പൊ ഓരോ ഓർഗനൈസേഷന് അതിൻ്റെതായ സ്വന്തം രീതി അനുസരിച്ചിട്ട് തന്നെ റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് വിധേയമാക്കാം. അതിന്റെ കോസ്റ്റുകൾ അത് പരമാവധി മിനിമം കോസ്റ്റ് ഒരു സ്ഥാപനവും ഒരു നിശ്ചിത കോസ്റ്റ് മടക്കിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്താനായിട്ട് ശ്രമിക്കുകയുള്ളൂ അല്ലെ. അത് ബിസിനസിനെ സംബന്ധിച്ച് നഷ്ടത്തിൽ വരാത്ത തരത്തിൽ സാധാരണ രീതിയിൽ ഒരു ചെറിയ കോസ്റ്റ് മിനിമം പോസിബിൾ കോസ്റ്റ് മുടക്കിയിട്ടാണ് റിക്രൂട്ടിംഗ് നടപടികളെല്ലാം നടത്തുന്നത്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്.
നെക്സ്റ്റ് എന്താണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. നോക്കാം എന്തെങ്കിലും സൗണ്ട് ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പൊ ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സിൽ പറയുന്നത് requisition or an intent for a recruitment should be submitted by the line official. അതായത് നമുക്കറിയാം ഒരു റിക്രൂട്ട്മെന്റ് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്കറിയാം ഒരു ആവശ്യകതയുണ്ട്, ഒരു ഓർഗനൈസേഷനിൽ ഇങ്ങനെയുള്ള ഒരു ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാനേജ്മെന്റിനെ അറിയിക്കണം അല്ലെ. ഇങ്ങനെ ഒരു വേക്കൻസി വരാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ ഒന്ന് വിപുലീകരിക്കുകയാണെങ്കിൽ ഇന്ന തരത്തിലുള്ള ഒരു വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാനേജ്മെന്റിനെ അറിയിക്കേണ്ടതുണ്ട്. അതാണ് ഒരു റിക്വസിഷൻ അല്ലെങ്കിൽ ഇന്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ റിക്രൂട്ട്മെന്റ് വരാനുള്ള ആവശ്യകത, അതാണ് ഇന്റന്റ് അല്ലെങ്കിൽ റിക്വസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The intents should be then checked against the post allotted to the department branch. അപ്പൊ ആ ഒരു ഉദ്ദേശം, ആ റിക്വസ്റ്റ് അത് ചെക്ക് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടാവും എന്നുള്ള ഒരു റിപ്പോർട്ട് അത് ഇന്റന്റ് അവർ പരിശോധിക്കുന്നു. If the intent are found correct, the proposed requirements are authorized and the initially pay, the scale and other admissible allowance are decided. അപ്പൊ ഇങ്ങനെ ഒരു വേക്കൻസി വരാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താണ് റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് പോകണം അല്ലെ. ആ റിക്രൂട്ട്മെന്റ് നടപടികളിൽ പ്രധാനമായിട്ടും അംഗീകാരം ഏൽപ്പിക്കുകയാണ്. ഓക്കെ, റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റുന്നത് അംഗീകാരം ഏൽപ്പിക്കുന്നതോടൊപ്പം നമുക്കറിയാം ഒരു വേക്കൻസി, ആ വേക്കൻസി വരുമ്പോൾ അവിടെ വരുന്ന പേഴ്സണ് കൃത്യമായ സാലറി കൊടുക്കണം അല്ലെ. ആ സാലറി അല്ലെങ്കിൽ അലവൻസുകൾ പ്രദാനം ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എന്തെങ്കിലും എന്താണ് അവരെ പ്രേരിപ്പിക്കുന്ന മോട്ടിവേഷൻ ചെയ്യുന്ന ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടപടികൾ തയ്യാറാക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് തീരുമാനമെടുക്കുക, റിക്രൂട്ട്മെന്റ് നടത്തുവാനുള്ള പ്രധാനപ്പെട്ട ഇന്റന്റ് എന്ന് വെച്ച ഒരു സൂചനയാണ്. അതായത് ഇന്റന്റിന്റെ എക്സാക്ട് മീനിങ്ങിൽ സൂചന എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിക്വസിഷൻ അല്ലെങ്കിൽ ഓർ ഇന്റന്റ്, അതായത് ഒരു ആവശ്യം ഇതാണ് ഉദ്ദേശിക്കുന്നത്. റിക്രൂട്ട്മെന്റ് നടത്തണം എന്നുള്ള ഒരു ആവശ്യകത അത് മാനേജ്മെന്റിനെ അറിയിക്കുന്ന ഒരു സൂചന. ആ ഒരു അതാണ് ഇവിടെ മീൻ ചെയ്തത്. നമുക്ക് ഇവിടെ വേക്കൻസി വരാം എന്നുള്ള സൂചന അവരെ അറിയിക്കുന്നത്, മാനേജ്മെന്റിനെ അറിയിക്കുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനെ അറിയിക്കുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്താണ് അതിനുള്ള അംഗീകാരം ഓർഗനൈസേഷൻ കൊടുക്കും, റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് പോകാം എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് പോകുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു അവിടെ കൃത്യമായിട്ടൊരു സാലറി ഇങ്ങനെ കൃത്യമായിട്ട് കാണിക്കണം. അതല്ലെങ്കിൽ മറ്റ് അലവൻസുകൾ അല്ലെ, എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എന്തെങ്കിലും അലവൻസുകളോ എന്തെങ്കിലും ലീവുകളോ ബോണ്ടുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരിക്കും. അപ്പൊ അതുമായി മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾക്കെല്ലാം പരപക്ഷം കൊടുക്കുകയാണ് ഇന്നതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻ ദ എൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ് and man specifications are decided in consultation with the line managers. അതായത് നമുക്കറിയാം ഏത് ഭാഗത്താണ് അല്ലെ ഒരു ജോലി അല്ലെ, ഒരു ഓർഗനൈസേഷൻ നമ്മൾ വിവിധ പൊസിഷനിലുള്ള ജോലികൾ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ ആ പൊസിഷൻ ഏതാണ്, ജോബ് സ്പെസിഫിക്കേഷൻ ഏത് തരത്തിലുള്ള ജോലിയാണ്, ആൻഡ് മാൻ സ്പെസിഫിക്കേഷൻ അവിടെ ഏത് തരത്തിലുള്ള പേഴ്സൺ ആണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടത്. അങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു കൃത്യമായ നിർവചനം അവിടെ ആവശ്യമാണ്. ഏത് തരത്തിലുള്ള ജോലിയാണ്, ഏതൊരു തരത്തിലുള്ള പേഴ്സണെയാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ തീരുമാനിച്ചിട്ട് അത് മാനേജേഴ്സിനെ കൃത്യമായിട്ട് അറിയിക്കുകയാണ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. അതായത് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഫൈനലി നമുക്ക് റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഇന്റന്റ് റിക്വസിഷൻ എന്താണെന്ന് സമർപ്പിക്കുന്നു. ആ സമർപ്പിക്കുന്ന റിക്വസിറ്റ് ഓക്കെ അത് കറക്റ്റ് ആണ് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഓതറൈസേഷൻ, അവരുടെ അംഗീകാരം, അവിടെയുള്ള മാനേജേഴ്സ് അവർക്ക് അംഗീകാരം റിക്രൂട്ട്മെന്റ് നടപടികൾക്കുള്ള അംഗീകാരം കൊടുക്കുന്നു. ആ അംഗീകാരത്തിനനുസൃതമായിട്ട് ഇവർക്ക് നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ഓരോ പേഴ്സണും കിട്ടേണ്ട സാലറിയും അലവൻസുകളും എല്ലാം അതിൽ വ്യക്തമാക്കിയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട മാറ്റർ പരിഗണിച്ചിട്ടാണ് ആപ്ലിക്കേഷൻസ് കാൻഡിഡേറ്റ്സ് സബ്മിറ്റ് ചെയ്യുള്ളൂ.
അപ്പൊ അവരെ പെർസ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകങ്ങളെല്ലാം അത് വ്യക്തമാക്കും. പിന്നെ അതോടൊപ്പം തന്നെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് തരത്തിലുള്ള ജോലിയാണ്, ഏത് തരത്തിലുള്ള പേഴ്സൺസിനെയാണ് അവരെ അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജേഴ്സിനെ കൃത്യമായിട്ട് കൺസൾട്ടേഷൻ, അതായത് അവരെ അറിയിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്വയർമെന്റ്സ്, റിക്രൂട്ട്മെന്റ്, സോറി, ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്താണ്? ആ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വളർച്ച കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയത് തന്നെയാണ്. നമുക്കറിയാം ഇങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തണോ വേണ്ടയോ എന്നുള്ള കാര്യം ബോധ്യമായി, ഏത് തരത്തിലുള്ള ജോലിയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പേഴ്സൺ ആണ് വേണ്ടതെന്നുള്ള കാര്യം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അത് ഏത് തരത്തിലാവാം, ഇന്ത്യയുടെ സോഴ്സ് കൊണ്ട് വിടവുകൾ നികത്തിയിട്ട് ഒന്നോരൊക്കെ അറിയാം. ഈ പോയിന്റ്സും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ തലത്തിലേക്ക് വീണ്ടും വരാം. എന്താണ് ഡെവലപ്മെന്റ് സോഴ്സിൽ പറയുന്നത്? ഇങ്ങനെയുള്ള വിടവ് നമുക്ക് നികത്താൻ പറ്റുന്നത് നമുക്കറിയാം. ഈ ഒരു വിടവ് ഇന്ത്യയുടെ സോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് കൊണ്ടോ നമുക്ക് നികത്താൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ഇന്ത്യയുടെ സോഴ്സ് കൊണ്ട് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ തന്നെ ആദ്യം തന്നെ ഈ വേക്കൻസികൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് സ്പെസിഫിക്കേഷൻ, ഏത് തരത്തിലുള്ള ജോലിയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള പേഴ്സൺസിൽ നിന്ന് അതിനെ പറ്റി യോഗ്യരായ പേഴ്സൺസിനെ കണ്ടെത്താൻ ഇന്ത്യയുടെ സോഴ്സ് കൊണ്ട് പറ്റുമോ, ഇന്ത്യയുടെ സോഴ്സ് കൊണ്ട് പറ്റുമോ, എക്സ്ട്രാ വേറെ എന്തെങ്കിലും പേഴ്സൺസിനെ മാത്രം, അതായത് ലോവർ ലെവലിലുള്ള പീപ്പിൾസിന് വേണ്ടി അവിടെയുള്ള ജോലിക്കാർക്ക് വേണ്ടി മാത്രം ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചാൽ മതിയോ എന്നുള്ള കാര്യങ്ങളെ കൂടി തീരുമാനിക്കേണ്ടതുണ്ട്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സോഴ്സസിൽ നോക്കാം. ദീസ് കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ who are already on the payroll of an organization, that is a present working force. Whenever any is reported, somebody from within the organization will be upgraded, transferred, promoted or sometime demoted. അതായത് നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഈ പോയിന്റ്സ് എല്ലാം എന്താണ്, ട്രാൻസ്ഫറും പ്രൊമോഷനും ഡിമോഷനും എല്ലാം തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് താഴേക്ക് കുറെ പഠിക്കുന്നുണ്ട്. സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇത് മാതിരി തന്നെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ ഇന്റേണൽ എന്നുള്ള ഒരു ഇതില് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇതാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ സോഴ്സസില് പ്രധാനമായിട്ടും പറയുന്നത് അവിടെയുള്ള വ്യക്തികൾ, ഒരു ഓർഗനൈസേഷനിൽ ഒഴിവുകൾ വരുമ്പോൾ ആദ്യം തന്നെ റിക്രൂട്ട്മെന്റ് വേണമെന്നുള്ളത് തീരുമാനിച്ച് ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ പ്രധാനമായിട്ടും അവിടെയുള്ള ജീവനക്കാരെ കൊണ്ട് തന്നെ നികത്താൻ പറ്റുന്ന ഒഴിവുകൾ അത് അവരെ കൊണ്ട് തന്നെ നികത്താം. വേറെ ഏതെങ്കിലും പൊസിഷനിലേക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡേഴ്സിൽ നിന്നും ക്ഷണിക്കാവുന്നതാണ്, റിക്രൂട്ട്മെന്റ് നടത്താവുന്നതാണ് എന്നുള്ളതിലേക്ക്. അപ്പൊ അത് ആദ്യം തന്നെ ചെക്ക് ചെയ്യുകയാണ് ഈ സ്റ്റെപ്പിൽ വരുന്നത്. അപ്പൊ അതെന്താ ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഇങ്ങനെ നികത്താൻ പറ്റുന്നത് എങ്ങനെയാ? നമുക്ക് പ്രൊമോഷൻ കൊടുത്തത് അല്ലെ, ഇവിടെ കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രൊമോഷൻ കൊടുത്ത് നികത്തുന്നു. ചില ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക്, നമുക്കറിയാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടാവും ഒരു പ്രത്യേക ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവരുടെ ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ നികത്താൻ പറ്റുമെന്ന് നോക്കും. അതല്ലെങ്കിൽ എന്താണ്, ഇൻ കേസ് ചിലപ്പോ ചില കാര്യങ്ങൾ കൊണ്ട് ഡിമോഷൻ വരാം. ഡിമോഷൻ വരാമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നല്ല രീതിയിൽ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാതെ വരുമ്പോൾ അവരെ പ്രൊമോഷന് പകരമായിട്ട് നേരെ റിവേഴ്സ് ആയിട്ട് ഡിമോഷൻ നടത്തും. അവര് ഉത്തരവാദിത്തം അപ്ഗ്രേഡ് ആകുന്നത് വരേക്കും എന്താണ് അവരുടെ ജോലിയിൽ നിന്ന് തരം താഴ്ത്തുന്ന ഒരവസ്ഥയാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ പ്രൊമോഷൻ കൊടുത്ത് കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ഗ്യാപ്പ് വരും. അപ്പൊ ആ ഗ്യാപ്പിലേക്ക് ചിലപ്പോൾ ഉത്തരവാദിത്തം നിർവഹിക്കാത്ത പേഴ്സൺസിനെ കൊടുത്ത് ഡിമോഷൻ ചെയ്ത് ആ ഗ്യാപ്പിലേക്ക് വീണ്ടും അവിടുത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അങ്ങനെയുള്ള എന്താണ് പ്രൊമോഷൻ ട്രാൻസ്ഫറും ഡിമോഷനൊക്കെ നടത്തി കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തിട്ട് ബാക്കി എത്രത്തോളം വരുന്നോ ആ വരുന്ന വേക്കൻസികളിലേക്ക് എന്താണ് ഔട്ട്സൈഡേഴ്സിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തും. അപ്പൊ അതാണ് ഇന്റേണൽ സോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നിലവിലുള്ള പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ വിടവുകൾ നികത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതാണ്. എക്സ്റ്റേണൽ സോഴ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും.
ബാക്കി അല്ലെ വേറെ വേക്കൻസികൾ വരുമ്പോൾ ചിലപ്പോൾ താഴെ ലെവലിലുള്ള വേക്കൻസികളായിരിക്കും വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആപ്ലിക്കേഷൻസ് ക്ഷണിക്കുന്നു. എന്താണ് ഇതിൽ പറയുന്നത്? ദീസ് സോഴ്സസ് വിച്ച് ലൈക്ക് ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ യൂഷ്വലി ഇൻക്ലൂഡ് നോ ഫസ്റ്റ് വൺ പറയുന്നതാണ് പ്രധാനമായിട്ടും പറയുന്ന കാര്യം. ഫസ്റ്റ് വൺ എ നോ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ് ദാറ്റ് ഈസ് യങ് മോസ്റ്റ്ലി ഇൻഎക്സ്പീരിയൻസ്ഡ് പൊട്ടൻഷ്യൽ എംപ്ലോയി ദ കോളേജ് സ്റ്റുഡൻസ്. അതായത് നമുക്കറിയാം യങ് ആയിട്ടുള്ള ഫ്രഷേഴ്സ് ഒക്കെ എന്താണ് അവര് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ എന്താണ് അവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രൊഫഷണൽ യോഗ്യതയൊക്കെ അവർ നേടിയിട്ടുണ്ടാവും. അപ്പൊ അവരെന്താണ് നേരിട്ട് അല്ലെ നമ്മള് എന്താണ് ക്യാമ്പസ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ ക്ഷണിച്ച് റിക്രൂട്ട്മെന്റ് നടത്തി അപ്പോയിന്റ്മെന്റ്സ് കൊടുത്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവിടെ ജോലിക്ക് പ്രാപ്തരാക്കുന്ന ഒരു രീതിയാണ്. നെക്സ്റ്റ് എന്താണ് അൺഎംപ്ലോയിഡ്. അതായത് ഇവര് എക്സ്പീരിയൻസും ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും, പക്ഷെ അവർക്ക് ഒരു പക്ഷെ ജോലി ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവരായിരിക്കും. വൈഡ് റേഞ്ച് ഓഫ് സ്കിൽ ആൻഡ് എബിലിറ്റീസ്. അവിടെ ഒരുപാട് പേര് നല്ല യോഗ്യതയായ അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തികൾ ഉണ്ടാവും. അവരിൽ നിന്ന് എന്താണ് റിക്രൂട്ട്മെന്റ് നടത്തി അവരെ കൂടുതൽ ആദ്യം നിന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ചിട്ട് ഇടപെടൽ നികത്തുന്നതാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? റിട്ടയേർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്. അതായത് നമുക്കറിയാം ഒരു അല്ലെ അവരുടെ ഏജ് ഓവർ കഴിയുന്ന പേഴ്സൺസ് അവര് റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്നാലും ചിലപ്പോൾ ഒരു പക്ഷെ അവൈലബിൾ ആയിരിക്കും, ചിലപ്പോൾ യോഗ്യരായിരിക്കും. അതായത് അവരെ എബിലിറ്റി ഒക്കെ ഓക്കെ ആയിരിക്കും, ഹെൽത്തി പേഴ്സൺസ് ഒക്കെ തന്നെയാണ് എങ്കിൽ അവരെ കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് ഇപ്പോഴുള്ള സ്ഥാപനത്തിന് അവരെ കൊണ്ട് സാധിക്കും, അവരുടെ ജോലി ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അവരിൽ നിന്നും ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചിട്ട് അവിടെ അവരുടെ തീർക്കാനായിട്ട് ഉപയോഗിക്കാം. മറ്റു രീതിയിൽ അതേഴ്സ് വേറെ ഏതെങ്കിലും നമുക്കറിയാം കസിൻസോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അപ്പോയിന്റ്മെന്റ്സ് കൊടുത്ത് ഇവിടെ ഓർഗനൈസേഷനിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് സാധ്യമാക്കുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ബാഹ്യ ഘടകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ എന്താ പറയുന്നത്? അവിടെ വരുന്ന ഒഴിവുകളെ നികത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ. അത് ഇന്റേണൽ സോഴ്സ് കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുന്നു. ബാക്കിയുള്ള ഭാഗത്തെ വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് ഔട്ട്സൈഡേഴ്സിനെ ക്ഷണിക്കുന്നു. അത് വ്യത്യസ്ത രീതിയിലാവാം. ഒന്നല്ലെങ്കിൽ ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് മറ്റു രീതിയിൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ആപ്ലിക്കേഷൻസ് സ്വീകരിച്ച് നല്ലവരെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എന്താ റിട്ടയർഡ് പേഴ്സൺസ് ആണെങ്കിലും അങ്ങനെ സ്വീകരിക്കാം. അത് ഓർഗനൈസേഷൻ തീരുമാനിക്കും അത് ഏത് രീതിയിലുള്ളവരെ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ആ ഒരു രീതിയിൽ തന്നെ അവര് ഇവിടുത്തെ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യും. കേസ് ഹോസ്പിറ്റലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്യുന്ന മാത്രം തന്നെ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലാകുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ പ്രൊമോഷൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യും. അതല്ലെങ്കിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് വരുന്നതെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് നെഫ്രോളജിയിലോ നെഫ്രോളജിയിലോ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എവിടേക്കെങ്കിലും ഇത്തരത്തിലുള്ള വേക്കൻസികൾ വരുമ്പോൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വഴിയായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പിന്നെയും എന്താണ് മറ്റു രീതിയിൽ ഒഴിവുകളൊക്കെ നമുക്കറിയാം പ്രൊമോഷൻ പോലെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ പോലെ തന്നെയാണ് ഡിമോഷനും. അതായത് ഇങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വരുമ്പോൾ താഴേക്കിടയിലുള്ള പോസ്റ്റും വേക്കൻസി വരികയാണെങ്കിൽ നല്ല അർഹരല്ലാത്ത വ്യക്തികൾ വേറെ ഉദ്യോഗസ്ഥരായിട്ട് ഉണ്ടായെങ്കിൽ അവരെ പിടിച്ച് താഴേക്ക് ഇറക്കാം. അങ്ങനെയുള്ള ഡിമോഷൻ പ്രവർത്തനം നടത്താം. അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ് വിടവുകൾ വരുന്നുണ്ടെങ്കിലാണ് ഔട്ട്സൈഡേഴ്സിനെ ക്ഷണിക്കുന്നത്. ഔട്ട്സൈഡേഴ്സിനെ ക്യാമ്പസ് സെലക്ഷൻ വഴി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പേഴ്സൺസിനൊക്കെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിൽ നിന്ന് സെലക്ഷൻ നടത്താം. അങ്ങനെ ഏതെങ്കിലും രീതിയിലെല്ലാം ഈ റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് വിധേയമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഫോർകാസ്റ്റ് ആൻഡ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സിൽ പറഞ്ഞത് എന്താണ് എത്രത്തോളം നമ്മൾക്ക് അവിടെ ഒരു റിക്രൂട്ട്മെന്റ് നടപടി വേണം എന്നുള്ളത് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അത് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുമ്പോൾ അവര് അതനുസരിച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ അല്ലെ ഈ പേഴ്സൺസ് എല്ലാം ഇവർ പറയുന്നത് ഈ ഇവിടെ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെല്ലാം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ചിലപ്പോണെങ്കിൽ മാനേജ്മെന്റ് കേൾക്കണമെന്നില്ല. ചിലപ്പോൾ അവര് ഒന്നും കൂടി വീക്ഷണം നടത്തും ഓക്കെ ആണോ എന്നുള്ളത്. അങ്ങനെ ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുന്ന കൂട്ടത്തില്
ആ പേഴ്സൺസ്, ആ ജോലിക്ക് അർഹരായ പേഴ്സൺസിന് മതിയായ കൂലി കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് അലവൻസുകളെല്ലാം പ്രദാനം ചെയ്യേണ്ടതുണ്ട്. റിക്രൂട്ട്മെന്റ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ അത് അവർക്ക് കൃത്യമായിട്ട് രൂപരേഖയിലും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ വ്യക്തമാക്കുക. അതോടൊപ്പം തന്നെ ഏത് ഭാഗത്താണ് ഇങ്ങനത്തെ വേക്കൻസി വന്നിരിക്കുന്നത്, ആ ഭാഗത്തെ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഏത് തരത്തിലുള്ള പേഴ്സൺ ആണ് വേണ്ടി വരുന്നത്, ഇതെല്ലാമാണ് പ്രധാനമായിട്ടും മാൻ പവർ റിക്വയർമെന്റ്സിന് പറഞ്ഞത്. രണ്ട് പോയിന്റ് നോക്കിയാണോ? ക്ലിയറായോ? ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാൻ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. മറ്റൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ ഇതൊരു കണ്ടിന്യൂവേഷൻ പ്രോസസ് ആണ്. മാത്രമല്ല നമ്മുടെ പൊതുവെ നമ്മുടെ ദൈനംദിന ജീവിതത്തില് ഉൾപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റ്, സെലക്ഷനും ഇന്റർവ്യൂവും, അതല്ലെങ്കിൽ ട്രാൻസ്ഫറും പ്രൊമോഷനും എല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഇതില് മെത്തേഡ്സ് ഓഫ് ടെക്നിക് ഓഫ് റിക്രൂട്ട്മെന്റില് ഡയറക്റ്റ് മെത്തേഡ്സ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ് ഉണ്ട്. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്ന 3 മെത്തേഡുകളാണ്. ഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് these consist of sending traveling recruiters to educational and professional institutions, employees contract with the public and demand exceeds. അതായത് നമുക്ക് അറിയാം, നല്ല സ്ഥാപനത്തില് ഒരു നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്നതിന്റെ പ്രത്യേകത, നല്ല ഇതിലുള്ള സ്ഥാപനത്തിലാണ് പഠിക്കണമെങ്കിൽ അവിടെ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് അവിടെ ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടത്തും. അപ്പൊ ഈ ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടത്തുമ്പോൾ എന്താ പ്രത്യേകത? നല്ല കമ്പനികളാണ് എങ്കിൽ അവിടെ അപ്പോയിന്റ്മെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതോടൊപ്പം പഠനം കഴിയുമ്പോൾ തന്നെ നല്ല സുരക്ഷിതമായിട്ടുള്ള ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ ഡയറക്റ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് നടത്തുന്നത് എങ്ങനെയാണ്? റിക്രൂട്ടേഴ്സ് അവരെ നേരിട്ട് ട്രാവൽ ചെയ്ത് നേരിട്ട് ആ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചെന്നിട്ട് അവിടെ എന്തെങ്കിലും എക്സിബിഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺ, അത് നല്ല യോഗ്യരായിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഉള്ളവരെ കണ്ടെത്തുന്നു. അവരെ സെലക്ട് ചെയ്തിട്ട് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് ഡയറക്റ്റ് മെത്തേഡ് പറയുന്നത്. These consist of sending traveling recruiters to educational and professional institutions, employees contact with the public and demand expense. അതായത് അവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രദർശിപ്പിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ എബിലിറ്റി അവിടെ കാണിച്ചു തരികയാണ് അവിടെയുള്ള സ്റ്റുഡൻസിന്റെ. അപ്പൊ ആ നല്ല ഏബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെയാണ് എങ്കിൽ അവിടെ നിന്ന് തന്നെ സെലക്ഷൻ റിക്രൂട്ട്മെന്റ് നടപടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? വൺ ഓഫ് ദ widely used direct method is that of sending recruiters to colleges and technical schools. അതായത് പൊതുവെ റിക്രൂട്ട്മെന്റ്സുകൾ നടത്തുന്നത് പ്രധാനമായിട്ടും ടെക്നിക്കൽ സ്കൂളിലും കോളേജുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്തുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മാറ്റർ ആയതുകൊണ്ടാണ്, ക്യാമ്പസ് സെലക്ഷനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഡയറക്റ്റ് മെത്തേഡ് എന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അഡ്വർടൈസിംഗ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്, ഓൺ ദ റേഡിയോ, ഇൻ ട്രേഡ് ആൻഡ് പ്രൊഫഷണൽ ജേർണൽസ്, ടെക്നിക്കൽ മാഗസീൻസ് ആൻഡ് ബ്രൗച്ചേഴ്സ് ആർ മോസ്റ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ ദിസ് മെത്തേഡ്. അതായത് ഒരു സ്ഥാപനത്തിൽ ഒഴിവ് വരുന്നുണ്ടെങ്കിൽ അത് എവിടെ റിപ്പോർട്ട് ചെയ്യും? ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് ചെയ്യും, റേഡിയോയിൽ അനൗൺസ് ചെയ്യും, എന്തെങ്കിലും പരസ്യങ്ങൾ അല്ലെ അഡ്വർടൈസ്മെന്റ് വഴി ഇങ്ങനെ അനൗൺസ് ചെയ്യും. എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും ജേർണൽസുകളൊക്കെ എന്തെങ്കിലും ഇതുകളെ മാഗസീൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആഴ്ച പതിപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ബ്രൗച്ചേഴ്സുകൾ, തൂലിക, ലേഖകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാണെങ്കിൽ അതെല്ലാം കൊടുത്ത് കൈമാറി അതിലെല്ലാം എന്താണ് പബ്ലിഷ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള വേക്കൻസി ഉണ്ട്, ഇതിനുള്ള സാലറി ഉണ്ട്, ഇന്ന അലവൻസുകളൊക്കെ കിട്ടും എന്നുള്ള നടപടികളോട് കൂടിയിട്ട് എന്താണ് ആ റിക്രൂട്ട്മെന്റ് നടപടികൾ കാണിച്ചിട്ട് ഓരോ ഓർഗനൈസേഷന്റെ വേക്കൻസി കാണിക്കുന്ന ഒരു മാധ്യമമാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി സെലക്ട് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് മെത്തേഡ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നു. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന രീതി ഈ മാധ്യമത്തിലൂടെയെല്ലാം എന്താണ് ഇങ്ങനെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. തേർഡ് പാർട്ടി മെത്തേഡ്. തേർഡ് പാർട്ടി മെത്തേഡ് നമുക്കറിയാം ഈ കാലഘട്ടത്തിലുള്ളതാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ദ യൂസ് ഓഫ് കമേഴ്ഷ്യൽ ഓർ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്
state agencies, placement office of schools, colleges, and professional associations, recruiting firms, management consulting firms, friends and relatives. അത് നമുക്കറിയാം ഇങ്ങനെ അല്ലെ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുണ്ട്, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുണ്ട്, അതേമാതിരി പബ്ലിക് ഉണ്ട്, ഗവൺമെന്റിന്റേതായ കുറെ ഏജൻസികളുണ്ട്, അതേമാതിരി തന്നെ എന്താണ് പ്ലേസ്മെന്റ് സെന്ററുകളുണ്ട്, കോളേജ് അല്ലെങ്കിൽ പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട്, മറ്റ് ഏതെങ്കിലും സംഘടനകളുമായി ബന്ധപ്പെട്ട് ജോലി വാഗ്ദാനം ചെയ്ത് കൊടുത്തിട്ടുള്ള ഇതുകളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി എന്താണ് ഈ റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്തുന്നതാണ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ 3 മെത്തേഡ് കൂടി റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്താനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, ദെൻ തേർഡ് പാർട്ടി മെത്തേഡ്. ഏതെങ്കിലും ഏജൻസികൾ വഴി റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ അത് തേർഡ് പാർട്ടി മെത്തേഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. എന്താണ് ഇതിന്റെ ഒരു അസസ്മെന്റ് ആണ്, അതായത് നമ്മുടെ ലാസ്റ്റ് പോയിന്റിലേക്ക് വരികയാണ്, റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ. അപ്പൊ റിക്രൂട്ട്മെന്റിന് നിങ്ങൾക്കറിയാം മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അതിന് കുറെ ഘടകങ്ങൾ അതിൽ ഈ പറയുന്നുണ്ട് അല്ലെ. ഒരു ആപ്ലിക്കേഷൻ നമ്മള് ഒരു ഫേമിന് കൊടുക്കണമെങ്കിൽ എന്താണ് അവിടെ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇതുകളുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ. ഒരു ഓർഗനൈസേഷൻ നമ്മള് ആപ്ലിക്കേഷൻസ് കൊടുക്കണമെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് നല്ലൊരു പേരുണ്ടാവുക, നല്ല സാധ്യത വരുന്നത്, അല്ലെങ്കിൽ വലിയ മറ്റു ലീഗൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥാപനമാണ്. അങ്ങനെ കുറെ ഘടകങ്ങൾ അതിനുണ്ടാവും. അപ്പൊ എന്താണെന്ന് നോക്കാം. റിക്രൂട്ടിംഗ് സോഴ്സ് ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ്. എപ്പോഴും റിക്രൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിലയിരുത്തി പോകേണ്ടതുണ്ട്. ഫോർ ദിസ് പർപ്പസ് ദ ക്രൈറ്റീരിയ മേ ബി ദ കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്, ദ ആപ്ലിക്കന്റ് ഓർ ഹയറിംഗ് റേഷ്യോ, പെർഫോമൻസ് അപ്രൈസൽ എക്സെട്ര. അതായത് നമ്മളിപ്പോ റിക്രൂട്ട്മെന്റ് അല്ലെ, ചില ഓർഗനൈസേഷൻസ് റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ ചിലതിന് ഭയങ്കര ഫീസ് ഈടാക്കും. റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഫോമൊക്കെ സ്വീകരിക്കുന്നത് നമുക്കറിയാം. ചില സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ ചില റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവര് ഭയങ്കര ചിലപ്പോൾ ഫീസ് ഈടാക്കും. അങ്ങനെ ഭയങ്കര പൈസ ഈടാക്കി കഴിഞ്ഞാൽ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. അതേസമയം ചിലർക്ക് നല്ല സ്ഥാപനത്തിന് നല്ല ഒരു റേഷ്യോ ആണോ ഉള്ളതെങ്കിൽ അവര് കൂടുതൽ ഫിനാൻസും പറഞ്ഞാൽ കൂടിയും ആൾക്കാരെല്ലാവരും തന്നെ അപ്ലൈ ചെയ്തു വരും. കിട്ടിയാൽ നല്ലൊരു കാര്യമായതുകൊണ്ട് തന്നെ ചിലതിന് എന്താണ് കോസ്റ്റ് ഇങ്ങനെ ആപ്ലിക്കേഷനൊക്കെ സ്വീകരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം. ചിലപ്പോ അത് കൂടിപ്പോയി എന്നുള്ള മാനദണ്ഡത്തിന്റെ പേരിൽ അപ്ലൈ ചെയ്യാത്തതുണ്ടാകും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ എന്താണ് ഹയറിംഗ് റേഷ്യോ, ആപ്ലിക്കന്റ് ഹയറിംഗ് റേഷ്യോ. അതായത് നമുക്കറിയാം 100 പേരുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചാൽ 10 പേരെ അവിടെ ജോലിക്ക് അപ്പോയിന്റ്മെന്റ്സ് കിട്ടുകയാണെങ്കിൽ ആ റേഷ്യോ അതായത് 1:10 എന്നുള്ളത്, അതായത് അത്രയും പേരിൽ നിന്നാണ് അവർ 10 പേർക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തത്. ആ റേഷ്യോ കൂടി എല്ലാ കാൻഡിഡേറ്റ്സും നോക്കിയിട്ടൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക. അതായത് അവർക്ക് റേഷ്യോ ഉള്ളതനുസരിച്ചിട്ടായിരിക്കും ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുക. ദെൻ ടേണർ, നമുക്കറിയാം കാലാവധി അല്ലെ, ഓരോ നിശ്ചിത കാലാവധികൾക്ക് ശേഷം വീണ്ടും റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് നമുക്കറിയാം ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ച് ഇത്ര കാലങ്ങൾക്ക് ശേഷം ഒരു 1 ഇയർ ഉള്ളൂ ഗ്യാപ്പിന് അടുത്ത നെക്സ്റ്റ് വേറെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും, റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അവർക്ക് അല്ലെ കാൻഡിഡേറ്റ്സ് അത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഇത് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ദെൻ പെർഫോമൻസ് അതും വിലയിരുത്തുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ നല്ലൊരു പെർഫോമൻസ് ആണ്, നല്ല രീതിയിൽ പോകുന്ന ഒരു ഫേമാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് റിക്രൂട്ട്മെന്റുകൾക്ക് കാൻഡിഡേറ്റ്സ് തയ്യാറാകുള്ളൂ അല്ലെ. നഷ്ടത്തിൽ പോകുന്നതാണോ അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് ഉള്ളതാണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ആണെങ്കിൽ അതുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ ഓരോരുത്തരും അല്ലെ കാൻഡിഡേറ്റ് സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇതെല്ലാം എന്താണ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. Recruiting source should be periodically assessed. For this purpose, the criteria may be the post applicant, the applicant or hiring ratio, earner, then performance, appraisal, etc. Okay, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ്. നെക്സ്റ്റ് സെലക്ഷൻ ആണ്, ജസ്റ്റ് ഒന്ന് നോക്കാം.
ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് സെലക്ഷൻ ആണ്. എന്താണ് സെലക്ഷൻ എന്ന് നമ്മൾ നോക്കാം. ദ സെലക്ഷൻ പ്രൊസീജിയർ ഈസ് റിലേറ്റഡ് ടു അക്വയറിംഗ് ദ റെലവെന്റ് ഇൻഫോർമേഷൻ അബൌട്ട് ആൻ ആപ്ലിക്കന്റ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടുമ്പോൾ അതിൽ നല്ലത് നോക്കി അല്ലെ, നല്ല സൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ, യോജിയായ ഒരു പേഴ്സണെ, വേക്കൻസി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണെ നോക്കി സെലക്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് സെലക്ഷനിൽ വരുന്നത്. ദ സെലക്ഷൻ പ്രൊസീജിയർ ഈസ് റിലേറ്റഡ് ടു അക്വയറിംഗ് റെലവെന്റ് ഇൻഫോർമേഷൻ അബൌട്ട് ആൻ ആപ്ലിക്കന്റ്. ആപ്ലിക്കന്റിന്റെ എല്ലാ വിവരങ്ങളും അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി റിലേറ്റ് ചെയ്യുക. ആ ഒരു വേക്കൻസിയുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും അത് ഉള്ള നടപടിക്രമങ്ങളാണ്. അത് വെരിഫൈ ചെയ്യുക എന്നുള്ള നടപടിക്രമമാണ് സെലക്ഷനിൽ നടത്തുന്നത്. The objectives of the selection process is to find out whether an applicant meet the qualifications for a specific job, and to select the applicant who is mostly like to carry out well in that job. അതായത് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ അത് എത്രത്തോളം കറക്റ്റ് ആയിട്ട് ഇപ്പൊ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികൾ തന്നെയാണോ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതാണ് ഫസ്റ്റ് നടപടി. അതായത് മതിയായ ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺ ആണോ ഈ ആപ്ലിക്കേഷൻസ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, മതിയായ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ്, അതിൽ ഏറ്റവും നല്ലത് ഏതാണ് അല്ലെ, ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കൂടുതൽ സ്കില്ലൊക്കെ ഉള്ള പേഴ്സൺസ് ഏതാണെന്ന് നോക്കി നമ്മൾ അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു സെലക്ട് ദ ആപ്ലിക്കന്റ് who is most likely to carry out well in that job. ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട്, ആ ജോലി ചെയ്യാൻ ഏറ്റവും നല്ല ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷനിൽ പറയുന്നത്. ഇനി വീണ്ടും പറയുന്നു, സെലക്ഷൻ ഇൻവോൾവ്സ് ചൂസിംഗ് ബിറ്റ്വീൻ ആപ്ലിക്കൻസ് ഫോർ എ ജോബ്സ് ആൻഡ് റിമൂവിംഗ് ആപ്ലിക്കൻസ് ഹു ആർ അൺസ്യൂട്ടബിൾ ആപ്ലിക്കൻസ്. അതായത് നല്ല ഒരു ആപ്ലിക്കേഷൻ കുറെ വെരിഫൈ ചെയ്യുമ്പോൾ നല്ല ആപ്ലിക്കൻസിന് എത്രത്തോളം പേഴ്സൺസിന് അപ്പോയിന്റ്മെന്റ്സ് വേണോ, മതിയായ പേഴ്സൺസിന് നല്ലതായിട്ടുള്ളവരുണ്ടെങ്കിൽ, അത് മീൻസ് ക്വാളിഫൈഡും നല്ല എബിലിറ്റിയും ഉള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസ് ഉള്ളവരെ സെലക്ട് ചെയ്യുകയും ബാക്കിയുള്ളവരെ റിമൂവ് ചെയ്യുക, വേണ്ടാത്തവരെ എല്ലാം വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ്. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആണ് എങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് സെലക്ഷനിൽ നടത്തുന്നത്. ഇനി വീണ്ടും എന്താണ്, വൈൽ പ്ലാനിംഗ് എ സെലക്ഷൻ പോളിസി due consideration should be given to organizational needs as well as the technical and the professional extent of the selection procedure. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് ജോലിയാണ് അത് ആ ജോലി ആ ഓർഗനൈസേഷന്റെ ആവശ്യം നിറവേറ്റാൻ പറ്റുന്ന പേഴ്സൺ, അത് നമുക്കറിയാം ക്വാളിഫിക്കേഷൻ, അക്കാദമിക് ക്വാളിഫിക്കേഷനോടൊപ്പം ടെക്നിക്കലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കില്ലൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവരെയായിരിക്കും സെലക്ട് ചെയ്യുക. കാരണം ആ ഓർഗനൈസേഷന്റെ ആവശ്യം എന്താണോ ആ ആവശ്യം നിറവേറ്റാൻ പറ്റുന്ന മതിയായ പേഴ്സണെ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ള പ്രവർത്തനമാണ് എന്താണ് സെലക്ഷനിൽ നടക്കുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന മെത്തേഡ് തന്നെയാണ് സെലക്ഷൻ എന്താന്നുള്ളത്. തന്നെ ഞാൻ ഇതിന്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട്. സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്. അപ്പൊ അതില് കുറച്ച് സ്റ്റെപ്പ് 1 by 1 ആയിട്ട് കുറച്ച് പറയുന്നത്, റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. അതായത് നമ്മൾ സെലക്ഷൻ നടത്തുമ്പോൾ എന്താണ് പൊതുവെ ചെറുതായിട്ട് ഒരു ഇന്റർവ്യൂ അല്ലെ, യോഗ്യരാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് പൊതുവെ നമ്മൾ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നതോടൊപ്പം ഒരു പ്രിലിമിനറി ആയിട്ട് ഒരു ചെറിയ ഒരു ഇന്റർവ്യൂ ബേസിൽ സെലക്ഷൻ പ്രൊസീജിയർ നടത്തും. Then application blank or application form, a factor finder which helps one to learn about an applicant's background and life history. അതായത് ഇതില് നെക്സ്റ്റ് ചില രീതികളിൽ ഈ ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ വേറൊരു രീതി അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതായത് എന്താണ്, ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇവർക്ക് കൊടുക്കും. അവരവരുടേതായ കുറെ മാറ്റേഴ്സ് അല്ലെ, അവർ ചോദിക്കുന്നതനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിരിക്കും. Conduct interviews to inspect the fact and get the attitude of the applicant and keeps the family to the job. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പേഴ്സൺസ് അല്ലെ നല്ല പ്രൊഫഷണലി ഒക്കെയാണ്, ഒരു ക്വാളിഫൈഡ് ആയിരിക്കും, ഒരു പക്ഷേ സ്കില്ല് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ ഓക്കെ ആയിരിക്കും.
ചില വേക്കൻസികളിലേക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാം അവർ നന്നായി ചില വർക്ക് ചെയ്യുന്നതാവില്ല. അവർക്ക് മതിയായ യോഗ്യതയൊക്കെ ഉണ്ടാവും, പക്ഷെ ആ ജോലിയോട് അവർക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചിലര് നമുക്കറിയാം എന്താണ് പറഞ്ഞിരിക്കുന്ന രീതിയിലേക്കാൾ അപ്പുറം അവര് നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് കാണാം. അത് കാരണം അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള, അതായത് ചിലപ്പോൾ ജന്മസിദ്ധമായിട്ടുള്ള ചില കഴിവുകളെല്ലാം അവരോടൊപ്പം ഉണ്ടാവും. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പറയാം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ അവരതിന് പല ചോദ്യങ്ങളും ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കും. അപ്പൊ ഈ ചോദ്യങ്ങളിൽ നിന്നും ഈ ചോദ്യകർത്താവായിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് അവിടെ ഫാമിലി, ചിലപ്പോൾ നമുക്കറിയാലോ ചില ജോലികൾ ടീച്ചിങ്, അല്ലെങ്കിൽ ലോയർ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഫാദറോ ഗ്രാൻഡ് ഫാദറോ അവരൊക്കെ തന്നെ ഇതാണ് ടീച്ചിങ് പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അവരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണോ ഈ വ്യക്തി എന്ന് വിലയിരുത്താൻ കൂടി, അതായത് ഏത് ജോലിക്കും ക്വാളിഫിക്കേഷൻ മാത്രം പോരാതെ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ മാത്രമല്ല, അത് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ കൂടുതലായിട്ട് വേണ്ട മറ്റൊരു കാര്യമുണ്ട്, അതിൽ ഒരു ഇൻട്രസ്റ്റും കൂടി വേണം. അപ്പൊ ഈ വ്യക്തി, ഈ ആപ്ലിക്കന്റ് അതിന് ഇൻട്രസ്റ്റീവ് ആണോ, അതിനെ പറ്റിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണോ, അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു പേഴ്സൺസിന് സെലക്ഷൻ പ്രൊസീജിയറിന്റെ പേരിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ബ്ലാങ്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും ഈ സെലക്ഷൻ പ്രൊസീജിയർ നടത്താൻ വേണ്ടിയിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റീവ് ഉള്ള വ്യക്തിയാണോ എന്ന് അറിയാം, നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി പേഴ്സൺസ് ഈ ആപ്ലിക്കേഷൻസ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ സൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ ഏതാണത്, നല്ല ശരി കൂടി നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺ ഏതാണെന്നത് അവർക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയി കാണുന്നത് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, ഫിസിക്കൽ എക്സാമിനേഷൻ. നമുക്കറിയാം ചില ജോലികൾക്ക് അല്ലെ അവർക്ക് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും മാത്രം നല്ല ഹെൽത്തി ഇതൊക്കെ വേണ്ടി വരും. ചില കാര്യങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിലും നമുക്കറിയാം ഭയങ്കര പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഫിസിയോളജിക്കലും അതേമാതിരി തന്നെ വ്യത്യസ്ത ആറ്റിറ്റ്യൂഡിലുള്ള പേഴ്സൺസിനെ അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. ചിലർക്ക് എന്താണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഓക്കെ ആണെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേടി ചെയ്യുമ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മോർച്ചറിയിലൊക്കെ കയറുമ്പോൾ എല്ലാ വ്യക്തികളും ഫീലിംഗ് ആവണമെന്നൊന്നുമില്ല. കാരണം അവർ അതിനുള്ള ഏബിൾ ആയിട്ടുള്ള അല്ലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിധങ്ങളൊക്കെ ഉള്ള വ്യക്തികളെയാണ് അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ സ്വീകരിക്കുള്ളൂ. അപ്പൊ എന്താണ് അതിന് ഒരു ഹെൽത്തി പേർപ്പസ് ആണോ അല്ലെ, അതും കൂടി ഇവർ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ചില അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടത്തുമ്പോൾ. അപ്പൊ ചിലപ്പോ ചില ഇതുകളില് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ പേഴ്സൺസിനെ ഒന്ന് ആരോഗ്യത്തോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി ചിലപ്പോൾ പേഴ്സൺസിന് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആ തെറാപ്പിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കാര്യങ്ങൾ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ പേഴ്സൺസിന്റെ ഹെൽത്തും കൂടി അവർ ചെക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ അതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആണ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ സക്സസ്. ഈ കാര്യം ചെയ്യുന്നതിന് വേണ്ടി, ഈ കാര്യം വിജയത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്തും സ്റ്റാമിനയും കൂടി ചില കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അത്തരം കാര്യങ്ങൾ കൂടി അവർ കൺസിഡർ ചെയ്തിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നത്. നെക്സ്റ്റ് ഇതുമാതിരി തന്നെ മറ്റൊരു കാര്യം പറയുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ടു ഇൻസ്പെക്ട് ദ സബ്ജക്ട്സ് ഏരിയ ആൻഡ് ഗെറ്റ് ആൻ ഒബ്ജക്റ്റീവ് ലുക്ക് അറ്റ് എ കാൻഡിഡേറ്റ് സൂട്ടബിൾ ഫോർ എ ജോബ്. അതായത് നമുക്കറിയാം ഒരു ജോലി അത് ഒരുപാട് അകലെ ഡിസ്റ്റൻസ് അത്രയും ഒരുപാട് അകലെയാണ് നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ് അവിടെ പോയി വരിക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മുടെ നിയറസ്റ്റ് ലൊക്കാലിറ്റിയിലാണെങ്കിൽ എന്താ പ്രത്യേകത, പെട്ടെന്ന് തന്നെ നമുക്ക് പോയി വരാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നവരെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കും, എന്താണ് കാൻഡിഡേറ്റ്സ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ എ ജോബ്. ആ ജോലി ചെയ്യുമ്പോഴേ എപ്പോഴും ലീഗൊന്നും ഇല്ലാതെ അടുത്തായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണോ എന്നോ ഉള്ള കാര്യം കൂടി സെലക്ട് ചെയ്യും, വിലയിരുത്തും എന്നുള്ളതാണ്. റെഫറൻസ് ചെക്ക്, ഇനി ആരെങ്കിലും എന്തെങ്കിലും കാരണമൊക്കെ വൈകിട്ട് റെഫറൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നോക്കിയിട്ട് ഓക്കെ സെലക്ഷൻ കാര്യങ്ങൾ നടത്തിയിരിക്കും. ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ മാനേജർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ ടു ദ കാൻഡിഡേറ്റ്. അതിനുശേഷം ഇപ്പൊ നമുക്കറിയാം ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ എക്സ്പീരിയൻസും മാത്രം നോക്കിയിട്ട് കുറെ സെലക്ഷൻ നടത്തുകയല്ല, കുറച്ചുപേര് അങ്ങനെ നോക്കി സെലക്ട് ചെയ്യും. ഏറ്റവും നല്ല പേഴ്സൺസ് ആരൊക്കെയാണ് എന്നുള്ളത് നോക്കും. അതായത് മതിയായ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഉള്ളവരെ നോക്കും.
അതിൽ നിന്ന് വീണ്ടും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞായിരിക്കും ചില സെലക്ഷൻ നടപടികൾ നടക്കുന്നത്. കാരണം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഹെൽത്തി പേഴ്സൺസിന്റെ ആവശ്യകതയുണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ അടുത്തുള്ള പേഴ്സൺസിനെ ആയിരിക്കണം ആവശ്യമായിട്ട് വരിക, ചിലപ്പോ വേറെ എന്തെങ്കിലും അല്ലെ അവർക്ക് എന്താണ് മറ്റു രീതിയിൽ എന്തെങ്കിലും റെഫറൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ടതുണ്ടാകും. അതേമാതിരി തന്നെ മറ്റ് ഏതെങ്കിലും ഫ്രീ ആയിട്ട് പ്ലാന്റ് ആപ്ലിക്കേഷൻസ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ആ ജോലിയോട് ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യും. അങ്ങനെ വ്യത്യസ്ത രീതിയിലൂടെ തന്നെ ഈ സെലക്ഷൻ കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്, അതായത് നടത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ഏതെങ്കിലും പോയിന്റ് ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. വീണ്ടും കുറച്ച് ടെസ്റ്റിംഗ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ചോദിച്ചോ, പിന്നെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ. ഫസ്റ്റ് പോയിന്റ്, റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. അതായത് സാധാരണ നമ്മളൊരു ആപ്ലിക്കേഷൻ സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് അവരെ വെരിഫൈ ചെയ്യും അല്ലെ, സെലക്ഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള എല്ലാവരും ഈ ഓർഗനൈസേഷൻ തീരുമാനിക്കുകയാണ് ഇങ്ങനെ രീതിയിൽ എന്താണ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഈ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇന്ന ജോലിക്ക് നമ്മളിപ്പോ സെക്യൂരിറ്റി അങ്ങനെയുള്ള ഒരു അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് അടുത്ത് പോയി വരാൻ പറ്റുന്ന ഒരു ഇതൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യം, അപ്പൊ ഏത് വേക്കൻസി ആണോ ആ വേക്കൻസിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഈ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. വിചാരിക്കുന്നു അത് അതിലിപ്പോ ഫസ്റ്റ് വരുന്നതും ഇങ്ങനെ തന്നെയാണ്, ചിലപ്പോ ഇന്റർവ്യൂ നടത്തിയിട്ട് സെലക്ട് ചെയ്തത്. ഫോർത്ത് പോയിന്റിൽ പറയുന്നത് psychological testing to inspect the surface area and get an objective look at candidates suitable for a job. Now, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ അവസാനിപ്പിച്ചുള്ളൂ പുറത്ത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാതിരുന്നത്. അതായത് അവർക്ക് സൂട്ടബിൾ പെട്ടെന്ന് വരാൻ പറ്റുന്നു എന്നുള്ളതാണ് ഫോർത്ത് പോയിന്റിൽ പറഞ്ഞത്. സിക്സ് പോയിന്റ് എന്താണ്, ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ മാനേജർ. എപ്പോഴും എന്താണ് സെലക്ഷൻ തീരുമാനിക്കുന്നത് അല്ലെ, ഡിസിഷൻ തീരുമാനിക്കുന്നത് അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഏതൊരു കാൻഡിഡേറ്റ് ആണോ ആ കാൻഡിഡേറ്റ് ആയിട്ട് ഒരു ആശയവിനിമയം നടത്തിയിട്ടാണ് അവർ ഓക്കെ അപ്പോയിന്റ്മെന്റ്സ് ഓർഡർ കൊടുക്കുന്നത്. ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ മാനേജർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ ടു ദ കാൻഡിഡേറ്റ് ആയിട്ട് ഒരു ആശയവിനിമയം നടത്തിയിട്ട് ആണ് മാനേജർ ഈ സെലക്ഷൻ അപ്രൂവ് ചെയ്യുന്നത് ഈ രീതിയിലുള്ളത് എന്ന്. ഇനി ഇതുമാതിരി തന്നെ മറ്റൊരു ടെസ്റ്റിംഗ് കൂടിയുണ്ട്, എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിൽ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. എന്താണ് ഫസ്റ്റ് എ ബി സി എന്ന് പറഞ്ഞുകൊണ്ട് തിരിക്കുന്നുണ്ട്. അതില് ഈ നോക്കാം, ആസ്പെർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ പെരുമാറ്റ രീതിയെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർക്ക് ചില കാര്യങ്ങള് ചില അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുക. അവരുടെ യോഗ്യതയും കാര്യങ്ങളൊക്കെ മാത്രമല്ല നോക്കുക. നമ്മൾ പറഞ്ഞു മോർച്ചറിയിൽ നിൽക്കുന്നവരുണ്ടാവും, ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്നവരുണ്ടാവും, കാഷ്വാലിറ്റിയിൽ നിൽക്കുന്നവരുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ഈ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം നിൽക്കുന്നവർക്ക് ചില എന്താ പറയുക ക്വാളിഫിക്കേഷൻ മാത്രമല്ല ചില എന്താണ് പെരുമാറ്റ രീതികൾ കൂടി വെച്ചിട്ടാക്കേണ്ടതുണ്ട്. അവർക്ക് പേഴ്സണലി ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ അതെന്താണ് നോക്കുക, ആസ്പെർ ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ ആ പെരുമാറ്റ രീതിയിൽ നോക്കുമ്പോൾ ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് ഇൻടു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അങ്ങനെ നാലാക്കി തിരിക്കുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പറയുന്നത് ട്രൈസ് ടു ടെസ്റ്റ് യുവർ എബിലിറ്റി ടു ക്യാരി ഔട്ട് ടാസ്ക്സ് ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻസ് ഒക്കെ പറയും. അതായത് ഏതെങ്കിലും ഒരു ടാസ്ക് ഇവർ ഏൽപ്പിക്കുകയാണ്, ആ ടാസ്ക് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ആ സിറ്റുവേഷൻസ് എങ്ങനെയാണ് അത് കവർ ചെയ്ത് ഓരോ ഇതിലേക്ക് അല്ലെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളത് ഇവര് വെരിഫൈ ചെയ്യാണ്. അപ്പോ ഈ ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും ഇവര് റിയാക്ട് ചെയ്ത മനുഷ്യരെ പെരുമാറ്റം നമുക്കറിയാം. ചില കാര്യങ്ങൾ അല്ലെ അവർ ബുദ്ധിമുട്ടുള്ള ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്നിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരോട് ചെയ്യാൻ പറയുമ്പോഴെന്താണ് ചിലപ്പോൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ വൺ ബൈ വൺ ആയിട്ട് ചെയ്യാനായിട്ട് സ്പീഡ് കിട്ടിയിട്ട് വരില്ല. ചിലപ്പോൾ എന്താണ് അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകതകൾ വരാം. അതല്ലെങ്കിൽ എന്നാലും വളരെ എന്താ പറയുക കാമൻ ക്വയറ്റോട് കൂടിയിട്ട് വൺ ബൈ വൺ ആയിട്ട് ചെയ്ത് തീർക്കുന്നുണ്ടാവും.
ചിലപ്പോൾ സ്പീഡിൽ ചെയ്ത് തീർക്കുന്നുണ്ടാവും. അങ്ങനെ അവരുടെ ബിഹേവിയർ ചിലത് എങ്ങനെയാണ് ആ പെരുമാറ്റ രീതിയിൽ ആ ടാസ്ക് അച്ചീവ് ചെയ്യാനായിട്ട് അവരെങ്ങനെയാണ് അത് കാണിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും അവർ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നതാണ്. അതായത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് വ്യത്യസ്ത മേഖലകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചില വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ആ രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തും എന്നുള്ളതാണ്. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താ പറയുന്നത്? It evaluates developed knowledge or skill after a period of training. അതായത് ഇവർക്ക് ഒരു ട്രെയിനിങ് കവേഴ്സ് കൊടുക്കും അല്ലെ, ഒരു ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ്ങിലൂടെ ഇവര് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ലാതെ ഇവർ ഉദ്ദേശിച്ച ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഓക്കെ കണ്ടിന്യൂ ചെയ്യാം, പെർമനന്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പൊ ഇതെന്താണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. നേരത്തെ നമ്മൾ ഒരു ടാസ്ക് കൊടുത്തിട്ട് അവരുടെ ബിഹേവിയർ നോക്കിയിട്ടാണ് ടെസ്റ്റിന് സെലക്ഷൻ കൊടുക്കുന്നത്. അത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റില് എന്താണ്? കൃത്യമായ ഒരു ട്രെയിനിങ് പീരീഡ് കൊടുക്കുന്നു. ആ ട്രെയിനിങ് പീരീഡ് അനുസരിച്ചിട്ട് അവർക്ക് വലിയ കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൈലബിൾ ആണെങ്കിൽ അവർക്ക് പെർമനന്റ് അല്ലെങ്കിൽ സെലക്ഷൻ നടത്തി എന്നുള്ളതാണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്താ പറയുന്നത്? മെയിൻലി assess the human personality. Personality testing and assessment refer to technique designed to measure the characteristics pattern of traits that people show across various situations. ഇതും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്റെ വ്യത്യസ്ത തരത്തിലുള്ള സിറ്റുവേഷൻസ് അത് അവർക്ക് കൊടുത്തിട്ട് അതെങ്ങനെയാണ് അവരോരോ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക ആക്സിഡന്റ് കേസൊക്കെ വരുമ്പോൾ ചില വാഹനങ്ങളെല്ലാം അല്ലെ ചിതറിയൊക്കെ വരുമ്പോൾ അത് നമുക്കറിയാം ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ കൂടി ചിലപ്പോൾ അതിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള പവർ അല്ലെ ആ ഒരു ശക്തിയിൽ ചിലപ്പോൾ അവർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോൾ അവരെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക, അവര് കൈകാര്യം ചെയ്യാനായിട്ട് അവളാണോ, അവരെ പെട്ടെന്ന് ഇതൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സൂട്ടബിൾ ആണ് എന്ന് വിലയിരുത്തുന്ന ഒരു രീതി. ഇപ്പൊ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നടത്തുന്നത് ഒരു വിലയിരുത്തലാണ്. എന്താണെങ്കിൽ പ്രധാനമായിട്ടും മെഷർ ചെയ്യുന്നത് അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളാണ്. പ്രധാനമായിട്ടും പീപ്പിൾസ് കാണിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള സിറ്റുവേഷനിൽ കാണിക്കുന്ന കമാൻഡറുകളെ വിലയിരുത്തിയിട്ട് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് പ്രകടമാക്കുന്നതാണ്. ട്രേറ്റ്സ് അവരുടെ പാറ്റേൺസ് ഓഫ് ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ആ പ്രകടനത്തിന്റെ ആ ഒരു പാറ്റേൺ അത് വിലയിരുത്തിയിട്ട് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളും കൊടുക്കുന്നതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റില് നടത്തുന്നത്. ഇനി എന്താണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്? ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ എന്താണ്? It determines a person's preferences for a specific fields or activities. നമുക്കറിയാം വ്യത്യസ്ത ഫീൽഡുകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചിലർ ചെയ്യും അല്ലെ. അപ്പൊ ആ ഇൻട്രസ്റ്റ് ഒരു പല കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് ഏതിലാണോ കൂടുതൽ അവർ ഇൻട്രസ്റ്റ് കാണിച്ചത് അപ്പൊ ആ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ജോലി അത് അവര് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ്. നമുക്കറിയാം നഴ്സ്, സ്റ്റാഫ് നഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരേ ക്വാളിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഫ്രഷേഴ്സ് ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ സെയിം ഇതായിരിക്കും. പക്ഷെ വ്യത്യസ്ത രീതിയിൽ ഹോസ്പിറ്റലാകുമ്പോൾ വ്യത്യസ്ത ബ്ലോക്കുകളിലൊക്കെ അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ഈ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തുന്നതാണ്. അവർക്ക് ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയിട്ടാണ്. Aptitude test, achievement test, personality test, and interest test. Just ഒന്ന് വായിച്ച് നോക്കാം. അപ്പൊ നമ്മള് സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ കുറച്ച് പോയിന്റ്സ് ആണ് കണ്ടത്. ഞാൻ അതിന്റെ ഒരു ബ്രീഫ് പാർട്ട് ഉണ്ട്. എന്താണ് ഓൺ ദ ബേസ് ഓഫ് യൂസ് ഓഫ് എ ടെസ്റ്റ്. അതിൽ എന്താ പറയുന്നത്? ഓൺ ദ ബേസ് ഓഫ് ദ യൂസ് ടു വിച്ച് ദ ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് ഇൻടു 3 broad കാറ്റഗറീസ്. അതായത് ഇതിന്റെ ഉപയോഗക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ
അതിനെ 3 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന് എന്താണ് സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റ് എന്താ പറയുന്നത്? ദീസ് ടെസ്റ്റ് ആർ ഡൺ ടു സെലക്ട് ആപ്റ്റ് കാൻഡിഡേറ്റ്സ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. അതായത് സെലക്ഷൻ ടെസ്റ്റിന് നമ്മൾക്ക് മനസ്സിലാവും, നേരത്തെ തുടങ്ങിയ സെലക്ഷൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ കറക്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിലും അത് തന്നെ പറയുന്നത് ദീസ് ടെസ്റ്റ് ആർ ഡൺ ടു സെലക്ട് ആപ്റ്റ് കാൻഡിഡേറ്റ്, അതായത് കൃത്യമായിട്ടുള്ള പേഴ്സൺ ഫോർ എ പർട്ടിക്കുലർ ജോബ്, ജോബിന് മതിയായ കൃത്യമായിട്ടുള്ള പേഴ്സണെ തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷൻ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്താ പറയുന്നത്? അണ്ടർ സച്ച് ടെസ്റ്റ് എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷൻ ആർ ഗിവൻ ടു ഡിസൈഡ് on which of the several possible assignments of a person will be able to do this test. അതായത് ഒരുപാട് അസൈൻമെന്റ്സ് കൊടുക്കുകയാണ്. ഈ അസൈൻമെന്റ്സ് കൊടുക്കുമ്പോൾ 5 അസൈൻമെന്റ്സോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അസൈൻമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഏറ്റവും നന്നായിട്ട് ഈ അസൈൻമെന്റ് ഏതാണ് ചെയ്ത് തീർത്തത് അതിലേക്ക് ആ രീതിയിലേക്കുള്ള പോസ്റ്റിംഗ് ഓർഡർ ആണ് ഇവർക്ക്, സെലക്ഷൻ ആണ് കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് കൈകാര്യം ചെയ്തത് ഏതിനാണോ അതനുസരിച്ചിട്ട് അവർക്ക് സെലക്ഷൻ നടത്തി കൊടുക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി പ്ലേസ്മെന്റ് ടെസ്റ്റ് ഫോർ ഡിസിഷൻ, ഇത് മാത്രത്തിൽ തന്നെ ഒന്നാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് rather than distinctly different type of work. വീണ്ടും ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ വരെ ഒന്ന് നോക്കിയെടുക്കാം. ഇവിടെ അറിയുന്ന വെട്ടാറുണ്ട് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് തുടങ്ങി ഈ ഒരു 4th പോയിന്റ് വരെ വെട്ടാറുണ്ട്. അപ്പൊ ഇതില് പ്ലേസ്മെന്റ് ടെസ്റ്റിൽ എന്താ പറയുന്നത്? ഈ പ്ലേസ്മെന്റ് ടെസ്റ്റിൽ പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകൾ ഇവർക്ക് കൊടുത്തിട്ട് ഈ വർക്കിൽ ഏതാണ് അല്ലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്ക്, ഓരോ വർക്കും അവര് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ ഏതാണെന്നാണ് എന്റെ പെർഫോം. നേരത്തെ നമ്മൾ പറഞ്ഞ അസൈൻമെന്റ് കൊടുക്കുകയാണ്. അസൈൻമെന്റ് കൊടുക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് അസൈൻമെന്റ് പൂർത്തിയാക്കിയത് ഇതിനാണ് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള സെലക്ഷൻ നടത്തുന്നത്. ഇതെന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകൾ കൊടുക്കുക. വർക്കുകൾ കൊടുത്തിട്ട് ഏറ്റവും നന്നായിട്ട് ഡിഫറെന്റ് വർക്കുകൾ ചെയ്യിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് ഏതാണോ അത് നന്നായിട്ട് തന്നെ വിലയിരുത്തിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഒരു ജോലി ഇവർക്ക് കൊടുക്കുക, വാഗ്ദാനം ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലാണ് ഓൺ ദ ബേസിസ് ഓഫ് എ ടെസ്റ്റ്, യൂസ് ഓഫ് എ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. മറ്റേത് എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് എന്താണ് അവരുടെ ഹ്യൂമന്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടതാണ്, ഇവരുടെ യൂസുമായി ബന്ധപ്പെട്ടതുള്ളതാണ് ഈ നെക്സ്റ്റ് ടെസ്റ്റിന്റെ കാറ്റഗറി. ഇനി വീണ്ടും എന്താണ്? ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് കൂടിയുണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ അതുകൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഇന്റർവ്യൂ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്താണ് ഇതിൽ പറയുന്ന പ്രത്യേകത? എന്താണ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്? ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഇസ് എ ടെസ്റ്റ് in which a single individual is tested at a time and also observed his behavior carefully throughout the testing period. അതായത് ഇതും 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ്, ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആണെങ്കിൽ ഒരു വ്യക്തിക്ക് സിംഗിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ സ്വഭാവ രീതികളെല്ലാം ആവുന്നുണ്ട്, അത് കെയർഫുൾ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടൊരു സെലക്ഷൻ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഇനി ഗ്രൂപ്പ് ടെസ്റ്റ് ഏതാ പറയുന്നത്? ഗ്രൂപ്പ് ടെസ്റ്റ് ആറ് നോർമലി ഡൺ ഇൻ എ ഫോർമാറ്റ് which enable individual or record his own response and can be simultaneously given to a member of individuals without any special need of observing their behavior. അപ്പൊ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോഴും അല്ലെ അവര് നമുക്കറിയാലോ, ഒരു ഒന്നിച്ചൊരു കാര്യങ്ങൾ എടുത്ത് ചെയ്യുമ്പോൾ എന്താണ് അവര് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്താണ് അവര് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, ആരാണ് ഇത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, നന്നായിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ നിന്ന് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ അതില് എത്രത്തോളം അല്ലെ പങ്കാളിയാവാനായിട്ട് ഓരോ പേഴ്സൺ സാധിച്ചിട്ടുണ്ടെന്ന് വിലയിരുത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട് സെലക്ഷൻ നടത്തുന്നതാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഒരു വ്യക്തിക്ക് ഒരു വർക്ക് ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അസൈൻമെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ വർക്കോ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ട് അത് വെരിഫൈ ചെയ്ത് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ ഒബ്സർവ് ചെയ്ത് അവരിൽ നിന്ന് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ സെലക്ഷൻ നടത്തുന്നതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നിച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കാനുള്ളത് കൊടുക്കുന്നത്. അതിൽ നിന്നും എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നത്, നന്നായിട്ട് വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്ന വ്യക്തി ഏതാണ് കണ്ടെത്തി അതിൽ നിന്ന് സെലക്ഷൻ നടത്തുന്നതാണ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ വേക്കൻസി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഈ ആൾക്കാരൊക്കെ ഓരോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്തിരിക്കും.
ചിലപ്പോൾ ഒരു പേഴ്സൺ ആണെങ്കിൽ ഒരു പേഴ്സണെ സെലക്ട് ചെയ്യും, ഒരു 5-6 പേഴ്സൺസിനെ ഉണ്ടാവും. അപ്പൊ 5-8 പേഴ്സൺസ് ആണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഐറ്റംസ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ അതിൽ നിന്ന് 5-6 പേഴ്സൺസിനെ സെലക്ട് ചെയ്യും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ രീതി അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഒരു രീതിയും ഇല്ല റിക്രൂട്ട്മെന്റ് നടപടികളോ സെലക്ഷൻ നടത്തുന്നതിനോ ഓരോ പ്രത്യേക ചെലവോ പ്രോസസ്സോ പ്രൊസീജിയേഴ്സോ ഇല്ല. അത് ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ രീതി പ്രയോഗിക്കാവുന്നതാണ്. അപ്പൊ അതാണ് ഇതുവരെ നമ്മൾ സെലക്ഷൻ പ്രൊസീജിയറിൽ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഇതുവരെ ഇന്നവരെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. യൂസ് ഓഫ് എ ടെസ്റ്റ് എന്നോടെ പറയുന്നുണ്ട്. പറയാം. യൂസ് ഓഫ് എ ടെസ്റ്റ്, അതായത് ഇതിന്റെ രീതി അനുസരിച്ചിട്ട് on the base of the user to which the test are put, they may be categorized in 3 broad categories. അതായത് ഇത് വ്യത്യസ്ത രീതിയിൽ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ആ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. എന്താണ് on the basis of a use of a test, on the basis of the use to which the test are put, they may be categorized into 3 broad categories. First one പറയുന്നത് സെലക്ഷൻ ടെസ്റ്റ്, സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, then third one പ്ലേസ്മെന്റ് ഓർ ഡിസിഷൻ. അപ്പൊ അങ്ങനെ 3 രീതിയിലാണ് നമ്മളുടെ ടെസ്റ്റുകൾ കാര്യങ്ങൾ നടത്തുന്നത്. യൂസിന്റെ ബേസ് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ. അത് എങ്ങനെയാണ്? ആദ്യത്തെ എന്ന് പറയുന്നത് സെലക്ഷൻ ടെസ്റ്റ്. ദീസ് ടെസ്റ്റ് ആർ ഡൺ ടു സെലക്ട് ആപ്റ്റ് കാൻഡിഡേറ്റ്സ് ഫോർ എ പെർട്ടിക്കുലർ ജോബ്. ആ ജോബ് മതിയായ പേഴ്സൺ ആണോ എന്ന് ഏതെങ്കിലും, അത് കൃത്യമായിട്ട് പറയുന്നില്ല എങ്ങനെയാണ് സെലക്ട് പ്രൊസീജിയർ നടത്തണമെന്ന്, അവർക്ക് മതിയായ പേഴ്സണെ തന്നെ അവർ അപ്പോയിന്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷൻ ടെസ്റ്റ്. ദീസ് ടെസ്റ്റ് ആർ ഡൺ, ഇത് നടത്തിയെടുക്കുന്നത് ടു സെലക്ട് ആപ്റ്റ് കാൻഡിഡേറ്റ്, കൃത്യമായിട്ടുള്ള പേഴ്സൺ ഫോർ എ പെർട്ടിക്കുലർ ജോബ്. ജോബിന് മതിയായ പേഴ്സണെ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിൽ പറയുന്നുണ്ട് അണ്ടർ സച്ച് ടെസ്റ്റ് സ്പെഷ്യൽ കൺസിഡറേഷൻ ആർ ഗിവൻ ടു ഡിസൈഡ് ഓൺ വിച്ച് ഓഫ് ദ സെവറൽ പോസിബിൾ അസൈൻമെന്റ്സ് എ പേഴ്സൺ ഏബിൾ ടു ഡു ഹിസ് ബെസ്റ്റ്. അതായത് ഇവർക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, ഒരു പരിഗണന കൊടുക്കുകയാണ്. ഇത് നല്ല ഒരുപാട് പോസിബിൾ ആയിട്ടുള്ള അസൈൻമെന്റ്സ് ചെയ്യാനൊക്കെ ഒരു അവസരം കൊടുത്തിട്ട് ഈ ഇതില് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് എന്താണോ അതനുസരിച്ചിട്ട് ആ ഒരു കൺസിഡറേഷന്റെ ബേസിൽ ഉള്ള അപ്പോയിന്റ്മെന്റ്സ്. നമുക്കറിയാം ഒരു സ്ഥാപനം, ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിൽ ഒരു നഴ്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ, ഒരു അവസരമാണ് എങ്കിൽ അവർക്ക് എവിടെ വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കും. അപ്പൊ ആ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണ് പല അസൈൻമെന്റ്സും കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അവര് പെർഫോം ചെയ്ത അതിന് ഒരു പരിഗണന കൊടുക്കുന്നു. ആ പരിഗണന കൊടുത്ത പ്ലേസിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, ഇതന്നെ. അടുത്തത് എന്താണ്? പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. അവിടെ എന്താണ് ഇതേമാതിരി തന്നെ ഒരു തീരുമാനമെടുക്കേണ്ടത് ഈ പേഴ്സൺ എവിടെ ജോലി ചെയ്യണമെന്നുള്ളത്. അപ്പൊ എന്താണ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക്. അവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. rather than distinctly different type of work. ഇതിലെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള വർക്കാണ്. ആ വർക്കുകൾ ഏൽപ്പിച്ചിട്ട് ബാക്കി ഒരു പോയിന്റ്സ് ഒന്നും ഇവിടെ കൃത്യമായിട്ട് പറയുന്നില്ല എങ്കിലും ആ വർക്കുകൾ ഏൽപ്പിക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വർക്കുകളാണ്. അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് എന്താണോ അതനുസരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. ആ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലേസ്മെന്റ് ജോലി വാഗ്ദാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പ്ലേസ്മെന്റ് ടെസ്റ്റില് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഓൺ ദ ബേസിസ് യൂസ് ഓഫ് ടെസ്റ്റ്. അതായത് പ്രധാനമായിട്ടും ആപ്റ്റ് പ്ലേസിൽ അല്ലെ, ഏത് പ്ലേസിലാണോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസിലേക്ക് അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നതാണ് സെലക്ഷൻ ടെസ്റ്റ് വരുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഇത് കണ്ടെത്താനായിട്ട് ഒന്നല്ലെങ്കിൽ അസൈൻമെന്റ്സ് കൊടുത്തിട്ട് നന്നായിട്ട് ചെയ്ത് പെർഫോം ചെയ്ത അസൈൻമെന്റ് അനുസരിച്ചിട്ട് അവർക്ക് ജോലി കൊടുക്കുന്നു. ആ പ്ലേസിലേക്ക് ജോലി കൊടുക്കുന്നു. അതല്ലെങ്കിൽ ഡിഫറെന്റ് വർക്കുകൾ കൊടുക്കുന്നു. ആ വർക്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്ത വർക്കുകൾക്ക്
അതനുസരിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. എന്താണ് സെലക്ഷനിൽ വരുന്ന ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.